ഡോക്ടർ, നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. കൊറോണറി ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെപ്പോഴാണ് ഒരാൾക്ക് ആൻജിയോഗ്രാഫി റെക്കമെൻഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഹൃദയം എന്ന താഴിൻ്റെ താക്കോലായിട്ടാണ് കത്തീഡ്രെ ആന്ത്രേ കൊർനാഡ് എന്ന് പറയുന്ന ആൾ വിവരിച്ചിരിക്കുന്നത്. അതായത് ഹൃദയമെന്ന താഴിൻ്റെ താക്കോലാണ് കത്തീഡ്രൽ. ആ കത്തീഡ്രൽ വഴി നാം ഹൃദയത്തിലേക്ക് കടക്കുകയാണെന്ന് ഓർക്കണം. താഴ് വഴി, താക്കോൽ വഴി നാം ഓർക്കണം. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഹൃദയത്തിൻ്റെ സങ്കോച വികാസ പ്രക്രിയ ചടുലമായി, സുഗമമായി, നിർവിഘ്നമായി മുന്നോട്ട് പോകുവാൻ കൃത്യമായ രക്തസഞ്ചാരം ആവശ്യമാണ്. അത് ഹൃദയധമനികളിലൂടെ, കൊറോണറി ധമനികളിലൂടെ, മഹാധമനിയുടെ ചുവട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന 3 ധമനികൾ, മഹാധമനിയുടെ ചുവട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 ധമനികൾ ലെഫ്റ്റും റൈറ്റും വിഘടിച്ച് 3 ധമനികളായി ഹൃദയത്തെ പൊതിഞ്ഞ് അത് വീണ്ടും വിഘടിച്ച് അത് ഹൃദയ പേശികളിൽ ആഴ്ന്നിറങ്ങി രക്തം കൊടുക്കുകയാണെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ നാം ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം ആദ്യമായിട്ട് ഹൃദയത്തിന് തന്നെ കൊടുക്കുകയാണ്. കാര്യം മഹാധമനിയുടെ ചുവട്ടിലല്ലേ ഈ വലത്തെയും ഇടത്തെയും ഹൃദയ ധമനികളുടെ ഉത്ഭവം, കൊറോണറി. അത് പിന്നെയും വിഘടിക്കുകയാണെന്ന് ഓർത്തോണം. ഈ ഹൃദയധമനികളിൽ കാലാന്തരത്തിൽ ചെറുപ്പം മുതൽ നാം ചെയ്തു പോരുന്ന ഓരോ തരത്തിലുള്ള ഭക്ഷണ കാര്യങ്ങളുടെ വികലമായ ഭക്ഷണശാസ്ത്രം, വികലമായ ആരോഗ്യശാസ്ത്രം, വ്യായാമക്കുറവ്, പുകവലി, മറ്റ് കൊളസ്ട്രോളിൻ്റെ അതിപ്രസരം, ഈ വക കാരണങ്ങളാലൊക്കെയാണ് നമുക്ക് ഓരോ തരത്തിൽ ബ്ലോക്കുണ്ടായി, കൊഴുപ്പടിഞ്ഞുകൂടി ബ്ലോക്കുണ്ടായി, രക്തസഞ്ചാരം കുറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് കാണുവാൻ ഒരാൾക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നു, ഡോക്ടറെ കാണാൻ വരുന്നു, നമ്മൾ ECG എടുക്കുന്നു, പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇല്ല, വീണ്ടും രോഗിക്ക് നെഞ്ചുവേദന, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അതിനകത്ത് പോസിറ്റീവാണ്, ചേഞ്ചസ് ഉണ്ട്, ചിലപ്പോൾ ചേഞ്ചസ് ഇല്ലാതെ വരാം. ട്രീറ്റ്മെൻറ്റ് എപ്പോഴും നമുക്ക് കൃത്യമായി കാണിക്കണമെന്നില്ല, ഒരു 30%. എന്നാലും രോഗിയുടെ ദുസ്സഹമായ ആ ലക്ഷണങ്ങൾ പരിഗണിച്ചുകൊണ്ട് നാം ഒരു ആൻജിയോഗ്രാഫി ചെയ്യുകയാണ്. ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു എമൗണ്ട് കോൺട്രാസ്റ്റ് നാം ഒരു സിറിഞ്ച് വഴി നാം കത്തീഡ്രൽ വഴി നമ്മൾ ഹൃദയധമനികളിൽ കുത്തിവെക്കുകയും അതിൻ്റെ ആ ഡൈ ഹൃദയധമനിലൂടെ പോകുന്നത് നാം കാണുകയും ചെയ്യുകയാണ്, ഫ്ലൂറോസ്കോപ്പ് വഴി, എക്സ്റേ വഴി. അപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് അടഞ്ഞ് കാണും. നമ്മൾ പൂർണ്ണമായി അടഞ്ഞു, അപൂർണമായി അടഞ്ഞു, സിവിയർ ബ്ലോക്ക്. ഈ ബ്ലോക്ക് ആണ് ഈ രോഗിക്ക് അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയ്ക്ക് കാരണമെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ അടുത്തപടി ആൻജിയോപ്ലാസ്റ്റിയാണ്. പലപ്പോഴും നാം ഈ പറയുന്നത് പോലെ ആയാസപ്പെടുമ്പോഴുള്ള വേദനയ്ക്കോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിനോ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് ഞങ്ങൾ പറയും. പെട്ടെന്ന് ഒരാൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി വരുമ്പോൾ അത് ആ ഹാർട്ട് അറ്റാക്ക് സമുചിതമായി ഉടനടി ചികിത്സപ്പെട്ടില്ലെങ്കിൽ മരണത്തിലേക്കാണ് രോഗിയെ നയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉടൻ തന്നെ രോഗിയെ കാത്ത് ലാബിൽ കയറ്റി ഈ ഹൃദയ ധമനികളിൽ ഡൈ കുത്തിവെച്ച് ബ്ലോക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ ബ്ലോക്കിനെ പെട്ടെന്ന് ടാക്കിൾ ചെയ്യുകയാണ്. അതോടെ രക്തസഞ്ചാരം സുഗമമായി ആ രക്തദാരിദ്ര്യമുണ്ടായിരുന്ന ഹൃദയ പേശികൾക്ക് രക്തം കൊടുത്തവ വീണ്ടും പുനർജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അതായത് നാം ഓർക്കണം, ഏതാണ്ട് ഒരു ഗോൾഡൻ അവർ, ഒരു 1.5 മണിക്കൂർ 90 മിനിറ്റിനുള്ളിൽ നെഞ്ചുവേദന ഉണ്ടായി ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ അതിനകം ആൻജിയോഗ്രാഫി ചെയ്യുകയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇനിയും പൂർണ്ണമായി ചത്തുപോകാത്ത ഹൃദയ കോശങ്ങളെ പുനർജീവിപ്പിക്കാൻ അത്ഭുതകരമായി പറ്റുമെന്ന് ഓർക്കണം. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഗോൾഡൻ അവർ എന്ന് പറയുന്നു. അതിനുള്ളിൽ നെഞ്ചുവേദന വീട്ടിലുണ്ടായി, അവിടെ ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾക്കൊന്നും പോകാതെ, മുറിവൈദ്യനാകാതെ, സ്വയം ചികിത്സിക്കാതെ, മറ്റു ചികിത്സകളൊന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് നെഞ്ചുവേദനയാണെന്നും ഇത് ദുസ്സഹമാണെന്നും മരണഭീതി ഒഴിവാക്കുന്ന നെഞ്ചുവേദനയാണെന്നും എനിക്ക് ആശുപത്രിയിൽ എത്തണമെന്നും അറിഞ്ഞുകൊണ്ട്, ആ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെ എത്തുകയും അവിടെ എടുക്കുന്ന ECG പ്രകാരം പെട്ടെന്ന് അവിടെ ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ടുണ്ട്, പെട്ടെന്ന് അത് കാത്ത് ലാബിലേക്ക് പോവുകയാണ്. രോഗി സമ്മതിക്കണം, അതിന് സാമ്പത്തികമായ ചിലവുകളുണ്ട്. പെട്ടെന്ന് ഒരു ആൻജിയോഗ്രാം ചെയ്ത് ഈ ബ്ലോക്ക് കണ്ടുപിടിച്ച് അതിനെ വികസിപ്പിച്ച് രക്തസഞ്ചാരം സുഗമമാക്കി ഹൃദയകോശങ്ങൾ വീണ്ടും അവർക്ക് ശ്വാസം കിട്ടി
ഹൃദയകോശങ്ങൾ പുനർജീവിച്ച് സജീവമായി രോഗിയുടെ ദുസ്സഹമാക്കുന്ന രോഗലക്ഷണങ്ങളെല്ലാം മാറുകയാണ്. ഇത് തന്നെയാണ് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും.